ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലോകത്തിൽ ഇന്നോളം ഉണ്ടായിട്ടുള്ളതും ഇനി ഉണ്ടാവുകയില്ലാത്തതുമായ ഏക ഉത്തമമായ കുടുംബം നസ്രത്തിൽ കുടുംബമാണ്. എല്ലാ കുടുംബങ്ങളും വിളിക്കപ്പെട്ടിരിക്കുന്നത് തിരുക്കുടുംബത്തെ മാതൃകയാക്കാനും തിരുക്കുടുംബം പോലെ സ്വർഗീയ കുടുംബം ആകുവാനുമാണ്. ഉത്തമമായ പേരന്റിങ്ങിന് ഏറ്റവും മികച്ച മാതൃക പകർന്നുന്നത് വിശുദ്ധ ഔസപിതാവും പരിശുദ്ധ അമ്മയുമാണ്. ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്വം എന്നതിൽ ഉണ്ണിയേശുവിനെ ദൈവഹിതമനുസരിച്ച് വളർത്തി പരിപാലിച്ച് സംരക്ഷിക്കാൻ സ്നേഹപൂർവ്വം അവർ ജീവിതം സമർപ്പിച്ചു. ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും ദൈവത്തിനെ ആശ്രയിച്ച് പ്രാർത്ഥനയുടെ കരുത്താർജിച്ച് ദൈവഹിതമനുസരിച്ച് അവർ ഉണ്ണിയേശുവിനെ സംരക്ഷിച്ച് പരിപാലിച്ചു. അതുപോലെ തന്നെ വേണം ഓരോ മാതാപിതാക്കളും തങ്ങളുടെ മക്കളെ പ്രാർത്ഥിച്ച് ദൈവത്തിന് സമർപ്പിച്ച് ദൈവകൃപയിൽ ആശ്രയിച്ച് ദൈവഹിതമനുസരിച്ച് പരിപാലിച്ച് വളർത്താൻ കടപ്പെട്ടിരിക്കുന്നു. സങ്കീർത്തകരിലൂടെ ദൈവം പറയുന്നത് കർത്താവിന്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. സങ്കീർത്തനം 127:3. അതെ, ഒരുപാട് ദമ്പതികൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് നേർച്ച കാഴ്ചകളൊക്കെ നടത്തിയും ഒരുപാട് ചികിത്സകൾ നടത്തിയും മക്കളില്ലാതെ വിഷമിക്കുന്നു. ഒരു കുഞ്ഞിക്കാല് കാണുവാനായിട്ട് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നു, എങ്കിലും അവർക്ക് അതിനുള്ള ഭാഗ്യം ലഭിക്കുന്നില്ല. എന്നാൽ മക്കളെ ലഭിച്ച ദമ്പതികൾ, മാതാപിതാക്കൾ അതൊരു ഭാഗ്യമാണ്. അവരുടെ കുടുംബത്തിന് അനുഗ്രഹമായി ഉയർത്താൻ ദൈവം തന്നിയ സമ്മാനമാണ്. ആ ബോധ്യം മാതാപിതാക്കൾക്കുണ്ടാകണം. ദൈവം മാതാപിതാക്കളെ വരമേൽപ്പിച്ചിരിക്കുന്ന ഏറ്റവും സ്നേഹത്തിൽ നിർവഹിക്കേണ്ട പ്രഥമമായ കടമയാണ് ഉത്തമമായ ക്രിസ്തീയ പേരന്റിംഗ്. ഈശോ മാമോദിസയിലൂടെ ഓരോ കുഞ്ഞിന്റെയും ഉത്ഭവ പാപകറകളെല്ലാം നീക്കി പവിത്രീകരിച്ച് അവിടെ സ്വന്തമാക്കി ദൈവ പൈതലാക്കി ഉയർത്തുന്നു. പിന്നീട് ദൈവഹിതമനുസരിച്ച് വളർത്തി പരിപാലിക്കാൻ മക്കളെ മാതാപിതാക്കൾക്ക് വരമേൽപ്പിക്കും. ക്രിസ്തുവിനെ കലർപ്പില്ലാതെ മാതാക്കൾ മക്കൾക്ക് ജീവിത മാതൃകയിലൂടെയും ദൈവികമായ അറിവിലൂടെയും പകർന്നു കൊടുത്തെങ്കിൽ മാത്രമേ മക്കൾ കുടുംബത്തിനും ലോകത്തിനും അനുഗ്രഹമായ വിശുദ്ധരായി വളരുകയുള്ളൂ. മാതാക്കൾ മക്കളുടെ സമഗ്രമായ വളർച്ചയും വികാസവും ലക്ഷ്യം വെച്ച് വേണം പ്രവർത്തിക്കാൻ. അതിനുവേണ്ട അറിവുണ്ടെങ്കിൽ മാത്രമേ ഉത്തമമായ ക്രിസ്തീയ പേരന്റിങ്ങിന് കഴിയൂ. മക്കളുടെ ആത്മീയവും മാനസികവും ബുദ്ധിപരവും സാമൂഹികപരവും എല്ലാ തരത്തിലുമുള്ള വളർച്ചയായിരിക്കും ലക്ഷ്യമിക്കേണ്ടത്. ആ തരത്തിൽ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ മക്കളെ നല്ല ദൈവവൈതലാക്കി വളർത്താൻ മാതാപിതാക്കൾക്ക് സാധിക്കുകയുള്ളൂ. അതിന് സഹായിക്കുന്ന അറിവ് പകർന്നു തരിക എന്നതാണ് ബി പോസിറ്റീവ് എന്ന പ്രോഗ്രാമിന്റെ ലക്ഷ്യം. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് വെല്ലുവിളി നിറഞ്ഞതാണ് പേരന്റിംഗ്, ഉത്തമമായ പേരന്റിംഗ്. ആ വെല്ലുവിളികളെ എങ്ങനെ സമർത്ഥമായി നേരിടാം, എങ്ങനെ അതിജീവിക്കാം, എന്തൊക്കെയാണ് വെല്ലുവിളികൾ, ഇതിനെയൊക്കെ ബോധ്യപ്പെടുത്തുക, അതിനുവേണ്ട അറിവ് നൽകുക എന്നുള്ളതാണ് ഈ പ്രോഗ്രാമിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. ഈ പ്രോഗ്രാം കാണുക, ഉൾക്കൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. ദൈവം നമ്മയെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സഹവാസവും നാം എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ.